ബഹുമാനമുള്ള സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സകലതിൻ്റെയും റബ്ബാണ്. സകല സൃഷ്ടികളുടെയും റബ്ബാണ്. ആകാശങ്ങളുടെയും ഭൂമികളുടെയും റബ്ബാണ്. അതെ, സകലതിൻ്റെയും ഉടമസ്ഥതാവകാശം അല്ലാഹുവിനാണ്. ലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർദി വ മൻ ഫീഹിൻ. ആകാശങ്ങളുടെ ഉടമസ്ഥതാവകാശം, ഭൂമിയുടെ ഉടമസ്ഥതാവകാശം, അവകളിലുള്ള സകലതിൻ്റെയും ഉടമസ്ഥതാവകാശം അല്ലാഹുവിനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ ഉടമസ്ഥത വെച്ചുകൊണ്ട് തന്നെ നിർമ്മിക്കാനുള്ള സകലാധികാരങ്ങളും അല്ലാഹു തആലാക്കുള്ളതാണ്. അങ്ങ് അർശ് തൊട്ട് ഇന്ന് ഈച്ച വരെയുള്ള സകലതിനെയും നിർമ്മിച്ചത് അല്ലാഹുവാണ്. ഉടമസ്ഥനും സൃഷ്ടിച്ചവനും അല്ലാഹുവായിരിക്കെ നിയന്ത്രിക്കാനുള്ള അവകാശവും അല്ലാഹു തആലാക്ക് മാത്രമാണ്. യുദബ്ബിറുൽ അംറ മിനസ് സമാഇ ഇലൽ അർദ്. അതെ, ആകാശം മുതൽ ഭൂമി വരെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ റുബൂബിയ്യത്ത് മനുഷ്യരുടെ കാര്യത്തിൽ നടപ്പിലാക്കുന്നത് രണ്ട് രീതിയിലാണെന്ന് നാം പറയാറുണ്ട്. ഒന്ന്, മനുഷ്യൻ്റെ മാനുഷികമായ അവസ്ഥകളെ, ആവശ്യങ്ങളെ പരിഗണിച്ചുകൊണ്ടുള്ള അല്ലാഹുവിൻ്റെ ഇടപെടൽ. രണ്ടാമത്തത്, മനുഷ്യൻ്റെ ആദർശപരമായ കാര്യങ്ങളെ പരിഗണിച്ചുകൊണ്ടുള്ള ഇടപെടൽ. ആദ്യത്തതിന് നാം ഇൻസാനിയത്തെന്നും രണ്ടാമത്തതിന് നാം ഇസ്ലാമിയത്തെന്നും പറയാറുണ്ട്. ആവശ്യങ്ങളെ പൂർത്തിയാക്കുന്നതിന് അല്ലാഹു തആല സ്വീകരിച്ചിരിക്കുന്ന രീതി അവൻ്റെ മുത്തലക്കായ ഖുദ്റത്ത് കൊണ്ട് ഇടപെടുക എന്നതാണ്. അവിടെ അല്ലാഹു തആല ആദർശത്തെയോ വിശ്വാസത്തെയോ കർമ്മത്തെയോ പരിഗണിക്കാറില്ല എന്നതാണ്. അത് നാം അന്നു മുതൽ ഇന്ന് വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. അത് തന്നെയാണ് ദീനുൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണം. മനുഷ്യനെ മതപരമായി വിഭജിക്കുന്ന കാര്യം ആവശ്യങ്ങളുടെ കാര്യത്തിലില്ല. ആകാശത്തിൽ നിന്ന് മഴയിറക്കുന്നത് മനുഷ്യർക്ക് വേണ്ടിയാണ്. ആകാശത്തെ മേൽക്കൂരയാക്കിയത് മനുഷ്യർക്ക് വേണ്ടിയാണ്. ഭൂമിയെ വിരിപ്പാക്കിയത് മനുഷ്യർക്ക് വേണ്ടിയാണ്. അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ വസ്സമാഅ ബിനാഅ വഅൻസല മിനസ് സമാഇ മാഅ ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും. പഴവർഗ്ഗങ്ങളെയും മറ്റ് കായികനികളെയും ഭൂമിയിൽ ഉൽപ്പാദിപ്പിക്കുന്നത് റിസ്ഖൻ ലക്കും, നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് തിന്നാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരുടെ ആവശ്യങ്ങളെ പരിഗണിച്ചുകൊണ്ട് മനുഷ്യനെ മൊത്തത്തിൽ സംബോധനം ചെയ്തപ്പോൾ ആ മനുഷ്യനോട് ആദർശത്തെ അതിൽ നിന്ന് വേർതിരിച്ചെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്താണ് ആദർശം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദീനുൽ ഇസ്ലാം ആദർശം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരേ ഒരു കാര്യമാണ്. അള്ളാഹുവിൻ്റെ ഉലൂഹിയത്ത് അള്ളാഹ്ക്ക് വകവെച്ചു കൊടുക്കുക എന്നതാണ്. അല്ലാഹു തആല നിങ്ങളെ റബ്ബായതുകൊണ്ട്, നിങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കി തരുന്നവനായതുകൊണ്ട്, മറ്റാർക്കും അതിലൊരു അധികാരവും ചെലുത്താൻ സാധിക്കാത്തതുകൊണ്ട്, ഉടമസ്ഥതാധികാരത്തിൽ ഒരാൾക്കും ശാശ്വതമായി കൈകടത്താൻ സാധ്യമല്ല. നിർമ്മാണാധികാരത്തിലും ആർക്കും സാധ്യമല്ല. ലൻ യഖ്ലുഖു ദുബാബ, എല്ലാവരും കൂടി ഒരു കോർപ്പറേഷൻ ഉണ്ടാക്കി മെനക്കെട്ടാലും ശരി, ഒരു ഈച്ചയെ നിർമ്മിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു അവൻ്റെ നിർമ്മാണാധികാരം സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിയന്ത്രിക്കാനുള്ള അവകാശവും അല്ലാഹു തആലക്ക് മാത്രമാണ്. ഒരു ശക്തിക്കും, ഒരു വ്യക്തിക്കും, ഒരു വസ്തുവിനും, ഒരു മലക്കാവട്ടെ, ജിന്നാവട്ടെ, മനുഷ്യരാവട്ടെ, മറ്റേതെങ്കിലും ജീവജാലങ്ങളാവട്ടെ, മറ്റേതെങ്കിലും ഭൗതിക വ്യക്തികളോ ശക്തികളോ ആവട്ടെ, മറ്റേതെങ്കിലും പ്രകൃതി വസ്തുക്കളാവട്ടെ, ഒന്നിനെയും നിയന്ത്രിക്കാനുള്ള പരമാധികാരമില്ല എന്ന് അംഗീകരിച്ചു കൊടുക്കലാണ് അല്ലാഹു റബ്ബാണ്. ഖാലു റബ്ബുനല്ലാഹ്, അല്ലാഹു നമ്മുടെ റബ്ബാണ് എന്ന് അംഗീകരിക്കുന്നതിൻ്റെ താല്പര്യം. അങ്ങനെ വരുമ്പോൾ പിന്നെ നാം അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുന്നത് നമ്മളോട്, അതിനാൽ നിങ്ങളെ റബ്ബ് ഞാനായതിനാൽ, നിങ്ങളെ മാലിക്ക് ഞാനായതിനാൽ, നിങ്ങളെ ഖാലിക്ക് ഞാനായതിനാൽ, നിങ്ങളെ മുദബ്ബിർ ഞാനായതിനാൽ, എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ശരി അത് ഞാനുമായിട്ട് മാത്രമേ ബന്ധപ്പെടുത്താവൂ. ഫലാ തജ്അലൂ ലില്ലാഹി അന്താദാ, അല്ലാഹു തആലാക്ക് നിങ്ങൾ പകരക്കാരെ നിർമ്മിച്ചു പോകരുത്. വളരെ അസന്നിഗ്ധമായി അല്ലാഹു ദീനുൽ ഇസ്ലാമിൻ്റെ ആദർശ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ഇതിൻ്റെ മുഖ്യമായ വശം അതാണ്. ഏതൊരു വിഷയമുണ്ടെങ്കിലും അത് അല്ലാഹുവിനെ മാത്രം ഇടപെടിപ്പിക്കുക. അല്ലാഹു അല്ലാത്ത എന്തിനേയും ഒന്നിനെയും ഏതിനെയും
അള്ളാഹുവിനോടൊപ്പമോ അല്ലെങ്കിൽ അള്ളാഹ്ക്ക് കൂട്ടായിട്ടോ അല്ലെങ്കിൽ അള്ളാഹ്ക്ക് സഹായി ലഹീറായിട്ടോ അല്ലെങ്കിൽ അള്ളാഹിൻ്റെ ശുപാർശകനായിട്ടോ അല്ലെങ്കിൽ അള്ളാഹ്ക്ക് ഇടയാളായിട്ടോ അതെത്ര വലിയ ഉന്നത പദവിയിലിരിക്കുന്ന നബിയോ റസൂലോ ആയാലും ഏറ്റവും വലിയ ഉന്നത പദവിയിലിരിക്കുന്ന മലഉൽ അഅ്ലായിൽപ്പെട്ട മലക്കായാലും നിങ്ങൾ അള്ളാഹുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിങ്ങളും അള്ളാഹും തമ്മിൽ മാത്രമായിരിക്കണം ഏത് കാര്യം. അത് നിങ്ങൾ എത്ര പാപിയായാലും ശരി, നിങ്ങൾ എത്ര ദോഷിയായാലും ശരി, നിങ്ങൾ വേറെ എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ശരി, നിങ്ങൾ വേറെ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും ശരി, നിങ്ങൾ ചെയ്യുന്ന ഏതൊരു കാര്യവും ഞാനുമായി മാത്രമേ ബന്ധപ്പെടാവൂ, മറ്റാരുമായിട്ടും ബന്ധപ്പെടരുത്. അങ്ങനെ ഒരു നയം നിങ്ങൾ സ്വീകരിച്ചാൽ നിങ്ങളെ ഭാഗത്തുനിന്ന് വന്ന അബദ്ധങ്ങൾ, നിങ്ങളെ ശൈത്വാനി ദൂഷ്യങ്ങൾ, നിങ്ങളെ നഫ്സാനി ദൂഷ്യങ്ങൾ, അതൊക്കെ ഞാൻ പരിഹരിച്ചു തരാം. അല്ലാഹു അക്ബർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രീതിയിലാണ് മനുഷ്യർക്ക് ആവശ്യ പൂർത്തീകരണത്തിനുള്ള അസ്ബാബുകളെ ഓഹരി വെച്ചു കൊടുക്കുന്നത്. അസ്ബാബുകളുടെ കൂട്ടത്തിൽ മുഖ്യമായിരിക്കുന്നത് ഭരണമാണ്. രാജ്യം ഭരിക്കുക എന്നത് അസ്ബാബിൻ്റെ രീതിയാണ്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരുടെ ആവശ്യങ്ങളെ പരിഗണിക്കുന്നതിന് നിശ്ചയിച്ചു വെച്ചിരിക്കുന്ന അസ്ബാബുകൾ, മെറ്റീരിയൽസ്, അത് രാജ്യത്തിൻ്റെ ഭരണാധികാരം മനുഷ്യർക്ക് ഓഹരി വെച്ച് കൊടുക്കുക എന്നതാണ്. അധികാരത്തിൻ്റെ മൊത്തത്തിലുള്ള അള്ളാഹുവിൻ്റെ രീതി എന്താണ്? അള്ളാഹു മാലിക്കുൽ മുൽക്കാണ്. അധികാരത്തിൻ്റെ ഉടമസ്ഥനാണ് അള്ളാഹു താല. അധികാരികളുടെ ഉടമസ്ഥനും അള്ളാഹുമാണ്. തുത്തിൽ മുൽക്ക മന്ദശ, അത് പറയാനാണ് അള്ളാഹു താല അഷ്റഫുൽ ഖൽക്കിനെ പഠിപ്പിക്കുന്നത്. അധികാരം, പേർഷ്യൻ രാഷ്ട്രീയം, അതേപോലെ തന്നെ റോമൻ രാഷ്ട്രീയം, അതേപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിലുള്ള രാഷ്ട്രീയം, ആ രാഷ്ട്രങ്ങൾ മശാരിഖ് മഗാരിബുകളുടെ അധികാരങ്ങൾ, ഈ അധികാരങ്ങളും അധികാരികളെയും കണ്ടിട്ട് നിങ്ങൾ ഒരു പ്രയാസവും പെടേണ്ട നബിയെ. ഈ അധികാരത്തിൻ്റെ ഉടമസ്ഥൻ നിങ്ങളുടെ റബ്ബായ അള്ളാഹുവാണ്. ഈ അധികാരികളുടെ ഉടമസ്ഥനും നിങ്ങളുടെ റബ്ബായ അള്ളാഹുവാണ്. അത് നിങ്ങൾ തുറന്ന് സമ്മതിക്കണം. അതാണ് കാര്യം. കുൽ, പറയൂ പ്രവാചകരെ, അല്ലാഹുമ്മ, അള്ളാഹുവേ, മാലിക്കൽ മുൽക്ക്, അധികാരത്തിൻ്റെ അധികാരിയായ അള്ളാഹുവേ, തൂത്തിൽ മുൽക്ക മൻ തശാ, നീ തീരുമാനിച്ചുറപ്പിച്ചു വെച്ചിരിക്കുന്നവരുടെ കയ്യിലാണ് രാജ്യത്തിൻ്റെ അധികാരം നീ നൽകുന്നത്. തൻസിഉൽ മുൽക്ക മിമ്മൻ തശാ, നീ തീരുമാനിച്ചുറപ്പിച്ചു വെച്ചിരിക്കുന്നവരിൽ നിന്ന് അധികാരത്തെ നീ നിന്റെ ഖുദ്റത്ത് കൊണ്ട് നീക്കിക്കളയുകയും ചെയ്യും. വതുഇസ്സു മൻ തശാ, ഏതൊരു രാജ്യത്ത് ജീവിക്കുന്ന മനുഷ്യനായാലും അവരെ ഇസ്സത്തിലാക്കേണ്ടത് നീയാണ്. വതുദില്ലു മൻ തശാ, അവരെ നിന്യത്തരത്തിലാക്കുന്നത് നീയാണ്. ബിയദിക്കൽ ഖൈർ, ഗുണങ്ങളമായ കാര്യങ്ങൾ, ഖൈറായ ഏത് വിഷയങ്ങളും നിന്റെ കയ്യിലാണ്, നിന്റെ അധികാരത്തിലാണ്. ബിയദിക്കൽ ഖൈർ, അള്ളാഹുവേ, നീയാണ് എല്ലാറ്റിനും കഴിവുള്ളവൻ. ഇത് അംഗീകരിച്ചു കൊടുക്കാൻ അള്ളാഹു പ്രവാചകനോട് ആവശ്യപ്പെടുകയാണ്. ഇതര രാഷ്ട്രീയ സംഘങ്ങൾ, ഇതര രാഷ്ട്രീയ ശക്തികൾ, അധികാര ശക്തികൾ, ഒരു ഭാഗത്ത് റോമിൻ്റെ ക്രിസ്തീയ ശക്തി, മറുഭാഗത്ത് പേർഷ്യൻ്റെ മജൂസി ശക്തി, വേറൊരു ഭാഗത്ത് ഖുറൈശികളുടെ ശിർക്കി ശക്തി, അങ്ങനെ പലമാതിരി ശക്തികൾ, മറുഭാഗത്ത് ഖൈബറിലെ ജൂതൻ്റെ ശക്തി, ഇവരെല്ലാം കൂടി സഖ്യസേനയുണ്ടാക്കി, ഇവരെല്ലാം കൂടി ചതുർമത സഖ്യങ്ങൾ ഉണ്ടാക്കി അഷ്റഫുൽ ഖൽക്കിനെയും മുസ്ലിമീങ്ങളെയും നശിപ്പിച്ച് ഇല്ലാതാക്കി കളയാൻ വേണ്ടി മെനക്കെടുന്ന സന്ദർഭത്തിൽ അഷ്റഫുൽ ഖൽക്കിന് പോലും മനസ്സിലുണ്ടായ ഒരാശങ്കയെ അകറ്റുകയാണ് അല്ലാഹു തആല ചെയ്യുന്നത്. പേടിക്കേണ്ട നബിയെ, അധികാരം ഞാൻ കൊടുക്കുന്നതാണ്. റോമിൻ്റെ അധികാരം എൻ്റെ കയ്യിലാണ്, പേർഷ്യൻ്റെ അധികാരം എൻ്റെ കയ്യിലാണ്, ഹിജാസിൻ്റെ അധികാരം എൻ്റെ കയ്യിലാണ്. ഞാനാണ് ഈ അധികാരത്തെ ഓഹരി വെച്ച് കൊടുക്കുന്നത്. അധികാരികൾ ആരായിരിക്കണമെന്നതിന് ആദർശപരമായ വ്യവസ്ഥ എൻ്റെ അടുത്തില്ല നബിയെ. ഞാൻ അധികാരം കൊടുക്കുന്നു. അത് രണ്ട് രീതിയിലാവാം. ഒന്ന്, ആദർശപരമായ കാര്യങ്ങളുടെ മേൽ ആധിപത്യം ചെലുത്തുന്നവരാകാം. രണ്ട്, ആദർശപരമായ കാര്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്നവരുടെ മേൽ അക്രമം നടത്തുന്നതിന് വേണ്ടിയുമാവാം. അപ്പം ഭരണം എന്നതും ഭരണകർത്താവ് എന്നതും അള്ളാഹുവിൻ്റെ ദർബാറിൽ വെറും ഒരു മെറ്റീരിയൽ മാത്രമാണ്, ടൂൾസ് മാത്രമാണ്. മാഷാ അല്ലാഹ്, നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണം ആരുടെ കയ്യിലേക്ക് പോകണം എന്നതിനൊക്കെ അസ്ബാബിയായ നടപടിക്രമങ്ങളും തീരുമാനങ്ങളും എടുക്കാൻ പോവുകയാണ് നാം. തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. നാളെ ഞായറാഴ്ച, നാളെ വെള്ളിയാഴ്ചയാണ് തെരഞ്ഞെടുപ്പ്. എന്താണ് ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രത്യേകത? ഇന്ത്യ രാജ്യം എന്നത് ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണ സംവിധാനത്തിൻ്റെ പ്രത്യേകത ഇന്ത്യയിൽ ജീവിക്കുന്ന ഏതാണ്ട് 140 കോടിയോളം വരുന്ന മനുഷ്യരുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കാനുള്ള വസ്തുക്കളെ സംഘടിപ്പിച്ച് സപ്ലൈ ചെയ്യുക എന്ന ഉത്തരവാദിത്വം നാം ഒരു വോട്ടിലൂടെ ഏൽപ്പിക്കുകയാണ്. അതേ സന്ദർഭത്തിൽ ആദർശപരമായ ഒരു ഉത്തരവാദിത്വവും ഭരണകൂടത്തെ നാം ഏൽപ്പിക്കുന്നില്ല. അതാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടനാപരമായ പ്രത്യേകത. ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ പ്രത്യേകത
മരണത്തിന് ശേഷം സംഭവിക്കാനിരിക്കുന്ന ജീവിതത്തിൻ്റെ വിജയപരാജയങ്ങളെ തീരുമാനമെടുക്കാനും അതിന് വേണ്ട നടപടിക്രമങ്ങൾ സ്വീകരിക്കാനും ഭരണഘടനാപരമായിട്ട് ഭരണകൂടത്തിന് അധികാരമോ അവകാശമോ ഇല്ല. ഭരണഘടനയിൽ അതിനുള്ള അവകാശം വ്യക്തികൾക്ക് വിട്ടുകൊടുക്കുകയാണ്. അതിനാണ് നാം വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അതിനുള്ള അവകാശം നാം മതങ്ങൾക്ക് വിട്ടുകൊടുക്കുകയാണ്. അതിനാണ് മതസ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ ലോകത്തൊരിടത്തും ഇല്ലാത്തൊരു പ്രത്യേകതയാണത്. ആദർശപരമായ കാര്യങ്ങളിൽ സ്വയം തീരുമാനമെടുക്കാനുള്ള അവകാശം ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ട്. മതപരമായ തീരുമാനമെടുക്കാനുള്ള അധികാരവും ഭരണഘടന ഉറപ്പു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം വിഷയത്തിൽ ഭരണപരമായ നടപടിക്രമങ്ങൾ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയില്ല. സ്വർഗത്തിൽ പോകാൻ നിങ്ങൾ ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്താൽ നിങ്ങൾ നരകത്തിലേക്ക് പോകേണ്ടി വരും, ഇതൊന്നും തീരുമാനിക്കാനുള്ള അധികാരം ഇന്ത്യൻ ഭരണകൂടത്തിനുമില്ല, ഇന്ത്യൻ ഭരണത്തിനുമില്ല. ഇന്ത്യൻ ഭരണകൂടത്തെ തിരഞ്ഞെടുക്കാൻ ആവശ്യമായി നാം നിർമ്മിച്ചിരിക്കുന്ന നമ്മുടെ ഭരണഘടനയിലും ഇല്ല. ഇതൊരു പ്രത്യേക രീതിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ രാജ്യത്തിന് 3 സംവിധാനങ്ങൾ ഇന്ന് ഇന്ത്യയിൽ നിലവിലുണ്ട്. ഒരു ഭാഗത്ത് ഫാസിസ്റ്റ് സമൂഹം, വേറൊരു ഭാഗത്ത് കമ്മ്യൂണിസ്റ്റ് സമൂഹം, മൂന്നാമതൊരു ഭാഗത്ത് സെക്യുലർ ഡെമോക്രസി, മതേതരത്വ ജനാധിപത്യ സംവിധാനം. ഈ 3 സംവിധാനങ്ങളും ആധാരമാക്കുന്നത് ഇന്ത്യ രാജ്യത്തിന് ഇപ്പോൾ നിലവിലുള്ള ഭരണഘടനയെയാണ്. നമുക്ക് ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടനയുമായിട്ടാണ് കരാറ്. നാം കരാറ് കൊടുത്തിരിക്കുന്നത് ഭരണഘടനക്കാണ്. നാം കരാറിലാണ്. അല്ലാഹു തആല നമ്മളോട് കരാറ് പൂർത്തിയാക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. യാ അയ്യുഹന്നാസ് ഔഫൂ ബിൽ ഉഖൂദ്, നിങ്ങൾ നടത്തുന്ന ഇടപാടുകൾ നിങ്ങൾ പൂർത്തിയാക്കണം. നിങ്ങൾ കരാറുകൾ നിങ്ങളെ പൂർത്തിയാക്കണം. നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു എഗ്രിമെൻ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പൂർത്തിയാക്കണം. അള്ളാഹുവിൻ്റെ പൊതുവിലുള്ള ഒരു ആവശ്യം ആണ്, മനുഷ്യനോട് പറയുന്നൊരു കൽപ്പനയാണിത്. ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയ സന്ദർഭത്തിൽ ഇന്ത്യ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് നാം പ്രവർത്തിക്കുകയും അതിന് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ അതിന് സുന്ദരമായൊരു ഭരണഘടന നിലവിൽ വരികയും ചെയ്തപ്പോൾ ഇന്ത്യൻ മുസ്ലിമീങ്ങൾ ആ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിലുള്ള മുസ്ലിമീങ്ങൾ മൊത്തത്തിൽ നാം കരാറ് കൊടുത്തിരിക്കുന്നത് ഇന്ത്യ രാജ്യത്ത് ഇന്ന് നിലവിൽ വന്നിരിക്കുന്ന ഭരണഘടന അനുസരിച്ച് ജീവിക്കാൻ തയ്യാറാണ്. ഈ ഭരണഘടനയ്ക്ക് എല്ലാവിധ സപ്പോർട്ടും നൽകാൻ നാം തയ്യാറാണ്. ഈ ഭരണഘടന അനുസരിച്ച് രാജ്യത്തെ ഭരിക്കാൻ ആവശ്യമുള്ള മെമ്പർമാരെ തിരഞ്ഞെടുക്കാൻ എൻ്റെ അവകാശം, എൻ്റെ വ്യക്തിപരമായ അവകാശം ഞാൻ വിനിയോഗിക്കുന്നതാണ്. ഇതാണ് നമുക്ക് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണത്തോടും ഭരണഘടനത്തോടുമുള്ള ഇടപാടുകൾ. ഈ ഇടപാടുകൾ നാം കൊടുത്ത കരാറുകൾ പൂർത്തിയാക്കാനുള്ള അവസരമാണ് 5 വർഷം കൂടുമ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പുകൾ. ഈ തെരഞ്ഞെടുപ്പിൽ നാം സ്വീകരിക്കേണ്ട രീതി എന്താണ്? ഒന്നാമത്തത് നാം സ്വീകരിക്കേണ്ട രീതി, ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണം ആരുടെ കയ്യിലേക്ക് വരണം എന്നത് തീരുമാനിക്കുവാനുള്ള പൗരൻ്റെ അവകാശം നാം ശർഈയായി ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതിൽ ശർഈയിൽ നിന്ന് മാറ്റി നിർത്തി ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ആദർശപരമായ കാര്യങ്ങളെ മാറ്റിവെച്ച് ആവശ്യങ്ങൾക്ക് മാത്രം പരിഗണന നൽകുമ്പോൾ രാഷ്ട്രീയക്കാർ ശർഈയായ കാര്യങ്ങളെ വിലയിരുത്താൻ തയ്യാറാകുകയില്ല. എന്തുകൊണ്ടാണ് അത് തയ്യാറാകാത്തത്? 2-3 രീതിയിലാണ്. ഒന്ന്, ആദർശത്തെ ഇല്ലാതാക്കി തീർക്കാൻ മെനക്കെടുന്ന ഫാസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് തന്ത്രമാണ്. രണ്ടാമത്തത് സെക്യുലർ, അതായത് ഒരു മോഡേൺ സെക്യുലറായി മാറാൻ ആഗ്രഹിക്കുന്നവരാണ്. പിന്നെ ശരീഅത്തിനെ കൈകാര്യം ചെയ്യാൻ മെനക്കെടാത്തവർ. നമുക്ക് അവരെ പൂർണ്ണമായിട്ടും അവഗണിക്കാം. നമുക്ക് നമ്മുടെ ശരീഅത്തിൽ നിന്നുകൊണ്ട് തന്നെ നാളെ നമ്മുടെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ നമുക്ക് കഴിയണം. ഒന്നാമതായിട്ട് നാം തീരുമാനിക്കേണ്ടത് എന്താണ്? നാളെ നാം തിരഞ്ഞെടുക്കുന്ന 20 മെമ്പർമാർ അവർ ദില്ലിയിൽ ചെന്നിട്ട് ബാക്കി 500 ചില്ലാനം മെമ്പർമാരോടൊപ്പം കൂടിയിട്ട് അവർ ചെയ്യുന്ന നിർവഹണം എന്താണ്? ഈ കേരളത്തിൽ താമസിക്കുന്ന ഏതാണ്ട് 2-3 കോടി മനുഷ്യരുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കാനുള്ള ഏർപ്പാടുകൾ കേന്ദ്രത്തിൽ ചർച്ച ചെയ്യുമ്പോൾ ആ ആവശ്യ പൂർത്തീകരണത്തിന് കേരളക്കാർക്ക് കിട്ടുന്ന വിഹിതം കൃത്യമായ അസ്ബാബുകളെ സംഘടിപ്പിക്കാനും അത് സംഘടിപ്പിക്കാൻ ആവശ്യമുള്ള ഇടപെടലുകൾ നടത്താനും എന്നിട്ട് ആ വസ്തുക്കളെ കേരളത്തിലെ ജനങ്ങൾക്ക് സപ്ലൈ ചെയ്യാനും ആവശ്യമായ എല്ലാ സഹകരണങ്ങൾക്കും വേണ്ടി 20 പേരെ നാം തിരഞ്ഞെടുത്ത് കേന്ദ്രത്തിലേക്ക് അയക്കുകയാണ്. എന്തിനാണ് നാം ഇവരെ കേന്ദ്രത്തിലേക്ക് അയക്കുന്നത്? നാളെ ആഖിറത്തിൽ സ്വർഗം കിട്ടാൻ വേണ്ടി ഇവരെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്നതുകൊണ്ടല്ല, നരകത്തുനിന്ന് രക്ഷപ്പെടുത്താൻ ഇവരെ കൊണ്ട് സാധിക്കുമെന്നതുകൊണ്ടും അല്ല. ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ കാമ്പ് ആദർശപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുക എന്നതല്ല, ആവശ്യപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുക എന്നതാണ്. ആവശ്യങ്ങൾ നമുക്കറിയാലോ. ഇന്ത്യയിൽ ജീവിക്കുന്ന 140 കോടിയോളം വരുന്ന മനുഷ്യർക്ക് വയറ് നിറച്ചും തിന്നാൻ എന്തെങ്കിലും കൊടുക്കുക,
അവർക്ക് കിടന്നുറങ്ങാൻ ഒരു ഏർപ്പാട് കൊടുക്കുക, അതേപോലെ തന്നെ അവർക്ക് തിന്നു കഴിഞ്ഞാൽ വിശ്രമിക്കാനുള്ള അതേപോലെയുള്ള ആവശ്യങ്ങൾ പൂർത്തിയാക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. അതുമായി ബന്ധപ്പെട്ടതാണല്ലോ കോടാന മില്യൺ കോടികൾ ചെലവഴിച്ചുകൊണ്ടുള്ള സകല സംവിധാനങ്ങളും ഇത് മൂന്നുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആരോഗ്യ വകുപ്പാവട്ടെ, വിദ്യാഭ്യാസ വകുപ്പാവട്ടെ, അതേപോലെ തന്നെ സിവിൽ ക്രിമിനൽ മറ്റു വകുപ്പുകളാവട്ടെ, ഇതെല്ലാം ഈ ഇന്ത്യയിൽ ജീവിക്കുന്ന 140 കോടിയോളം വരുന്ന മനുഷ്യരുടെ ജീവിതങ്ങൾ സൗഭാഗ്യമാക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ്. എന്നല്ലാതെ ഇവരാരും മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ രക്ഷപ്പെടുത്തിക്കൊള്ളാമെന്ന് ആരും ഉറപ്പൊന്നും തന്നിട്ടില്ല. അതേ സന്ദർഭത്തിൽ അതിൽ കൈയിടാൻ ഭരണകൂടം തയ്യാറാവാൻ പറ്റുകയില്ല. ആദർശപരമായ കാര്യങ്ങൾക്ക് പൂർണ്ണമായ ഉത്തരവാദിത്തവും സ്വാതന്ത്ര്യവും വ്യക്തികൾക്ക് നൽകണമെന്നത് ഭരണഘടനയുടെ ആവശ്യമാണ്. ഇത് മുസ്ലിമീങ്ങളായ നാം പ്രത്യേകിച്ചിട്ട് ഉപയോഗിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആവശ്യങ്ങളെ പൂർത്തീകരിക്കുന്നതിന് വസ്തുക്കളെ സംഘടിപ്പിക്കാൻ ആവശ്യമായ നിയമപരവും സാങ്കേതികവും സാമൂഹ്യവുമായ സകല കാര്യങ്ങളിലും ഇടപെടാൻ 20 ആളെ നാം തിരഞ്ഞെടുക്കുകയാണ്. ഈ തിരഞ്ഞെടുക്കുന്ന സന്ദർഭത്തിൽ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വീകരിക്കാൻ ചില രീതികളുണ്ട്. ഒന്ന്, മനുഷ്യനെ മൊത്തത്തിൽ പരിഗണിച്ചുകൊണ്ട് വേണം തിരഞ്ഞെടുപ്പിൽ നാം വ്യക്തികളെ തിരഞ്ഞെടുക്കാൻ. മനുഷ്യൻ്റെ മൊത്തത്തിൽ അവൻ്റെ ആവശ്യങ്ങളെ പൂർത്തിയാക്കാൻ ഇതിൽ യോഗ്യരാരായിരിക്കും? ഇവിടുത്തെ രീതി എന്താണ്? വ്യക്തികൾ പോയിട്ട് കാര്യങ്ങൾ പറയലല്ല, വ്യക്തികൾ കൂടി ഒരു സമൂഹം പോയിട്ട് കാര്യങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് തന്നെ 3 രീതിയിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട് നമ്മുടെ രാഷ്ട്രീയ സംവിധാനങ്ങളെ. ഒന്ന്, ഫാസിസ്റ്റുകൾ അവരുടെ ഫാസിസം നടപ്പിലാക്കാൻ ആവശ്യമായ സംവിധാനവും കൂട്ടായ്മയും ഭരണഘടനയുടെ പേരിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. 2, കമ്മ്യൂണിസം അതിൻ്റെ രീതി അനുസരിച്ച് മതനിരാകരണവും മതനിഷേധവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതിനെ ഇല്ലാതാക്കാൻ ആവശ്യമായ അടിസ്ഥാന കാര്യങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ട് ഉള്ള ഒരു നയം, ഒരു ആദർശത്തെ സ്വീകരിച്ച് സംഘടിപ്പിക്കപ്പെട്ട മതേതരവാദികൾ. മൂന്നാമത്തെ ഒരു വിഭാഗം ഈ രീതിയിൽ ഫാസിസത്തിൻ്റെ മതപരമായ വിഭാഗീയതയോ അതേപോലെ തന്നെ വംശീയമായ വിഭാഗീയതയോ അതേപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് വിഭാഗത്തിൻ്റെ ആദർശപരമായ വിഭാഗീയതയോ നിരാകരണമോ അതിൻ്റെ നിരാസമോ എടുക്കാതെ ആവശ്യങ്ങളെ മാത്രം പരിഗണിച്ചുകൊണ്ടും അതേസമയത്ത് ഭരണഘടന വകവെച്ചു കൊടുക്കുന്ന ഇവിടുത്തെ ഇന്ത്യയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ മതപരമായ ആദർശപരമായ കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടും ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണത്തെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന മൂന്നാമത്തെ വിഭാഗം ഇവിടുത്തെ സെക്യുലർ ഇവിടുത്തെ സെക്യുലർ ഡെമോക്രസിയാണ്, മതേതരത്വ ജനാധിപത്യ സംവിധാനമാണ്. ഇങ്ങനെ 3 സംവിധാനങ്ങളാണ് ഇവിടെ നിലവിലുള്ളത്. ഈ 3 സംവിധാനങ്ങളിൽ നിന്ന് നാം പോളിംഗ് ബൂത്തിൽ ചെന്നിട്ടൊരു വോട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ശരഈയായ ഉത്തരവാദിത്തമാണെന്ന് നാം മനസ്സിലാക്കണം. സംഘടനാപരമായ ഉത്തരവാദിത്തമോ രാഷ്ട്രീയമായ ഉത്തരവാദിത്തമോ മാത്രമല്ല, അതിൽ നമുക്ക് ശരഈയായ ഉത്തരവാദിത്തം, അതെ ശരഈയായ ഉത്തരവാദിത്തത്തിൻ്റെ പ്രത്യേകത നാളെ ആഖിറത്തിൽ അത് ചോദ്യം ചെയ്യപ്പെടും. കൗനിയായ ഉത്തരവാദിത്തം അത് ശറഈന് വിരുദ്ധമാണെങ്കിൽ ആ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടും, ശറഈന് അനുകൂലമാണെങ്കിൽ ആ രീതിയിൽ പ്രതിഫലം നൽകപ്പെടും. അതാണ് കൗനിയായ സാങ്കേതികമായ ഉത്തരവാദിത്തം നമുക്ക് രാജ്യത്ത്. അപ്പം സാങ്കേതികമായ ഉത്തരവാദിത്തങ്ങളെ നാം ശറഈയായ ഉത്തരവാദിത്തത്തെയും കൂടി പരിഗണിച്ചുകൊണ്ട് വേണം വിനിയോഗിക്കാൻ. ഇതാണ് ദീനുൽ ഇസ്ലാമിൻ്റെ അഹ്ലുൽ ഉലമാ അഹ്ലുസ് സലഫ് ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം. ഇവിടെ നാം സ്വീകരിച്ചിരിക്കേണ്ട രീതി എന്താ? നമ്മുടെ ഭക്ഷണവുമായി ബന്ധപ്പെട്ടത്, നമ്മുടെ മറ്റുള്ള സിവിൽ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടത്, മറ്റുള്ള സാമൂഹ്യ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടത്, ആരോഗ്യവുമായി ബന്ധപ്പെട്ടത്, അതേപോലെ തന്നെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടത് എന്നിത്യാദി കാര്യങ്ങളുമായി ബന്ധപ്പെട്ട സാമൂഹ്യ വിഷയങ്ങളിൽ നാം തിരഞ്ഞെടുക്കുന്ന സ്ഥാനാർത്ഥി യോഗ്യനാണോ, നാം തിരഞ്ഞെടുക്കുന്ന സ്ഥാനാർത്ഥി ഉൾക്കൊള്ളുന്ന സംഘം യോഗ്യനാണോ, ഞാൻ ഒരു വോട്ട് ബിസ്മില്ല അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാനൊരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുകയാണ്. എന്താണ് ആ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുമ്പോൾ നമ്മുടെ മനസ്സിലെ നീയത്ത്? അതെ, ഈ വ്യക്തിയെ ഞാൻ വോട്ട് ചെയ്ത് അയക്കുന്നത് പാർലമെൻറ്റിൽ ചെന്ന്, ഡൽഹിയിൽ ചെന്ന് ഈ രാജ്യത്ത് ജീവിക്കുന്ന ജനങ്ങളുടെ ആവശ്യ പൂർത്തീകരണത്തിന് അനിവാര്യമായ വസ്തുക്കളെ സംഘടിപ്പിക്കുന്നതിൽ പങ്കാളിയാകുകയും ശറഈയായ എൻ്റെ ശരീഅത്തിൻ്റെ വിഷയത്തിൽ എന്തെങ്കിലും വിഷയങ്ങൾ വരുമ്പോൾ എൻ്റെ ശറഈയായ ജീവിതത്തിന് അനുകൂലമായി ചർച്ചകൾ പങ്കെടുക്കുന്ന, അനുകൂലമായി അതിന് സാക്ഷിയാകുന്ന ഒരു മെമ്പറെയാണ് ഞാൻ തിരഞ്ഞെടുക്കുന്നത് എന്ന നീയത്തോടു കൂടി വേണം നാം ബാലറ്റ് പെട്ടിയിൽ ബട്ടൺ അമർത്താൻ.
അപ്പം നാളെ ആഖിറത്തിൽ നമ്മളോട് ഇതിനെ സംബന്ധിച്ച് ചോദ്യം ചെയ്യും. തീർച്ചയായിട്ടും ഇന്ത്യ രാജ്യത്തുള്ള ഭരണകൂടങ്ങളെ തിരഞ്ഞെടുക്കുന്ന സന്ദർഭത്തിൽ നമ്മിൽ നിക്ഷിപ്തമായ വ്യക്തിപരമായ ഭരണപരമായ നാം ഉറപ്പ് കൊടുത്തിരിക്കുന്ന നാം അക്കത് ചെയ്തിരിക്കുന്ന ഭരണഘടനക്കനുസരിച്ച് ആ ഭരണഘടനയിൽ എൻ്റെ ശരീഅത്തിനെ എൻ്റെ ശർഈയായ ജീവിതത്തെ ബാധിക്കുന്നതും എൻ്റെ കൗനിയായ ജീവിതത്തെ സാങ്കേതികമായ ജീവിതത്തെ ബാധിക്കുന്നതുമായ ഒരു സ്ഥാനാർത്ഥിയാണോ ഞാൻ തിരഞ്ഞെടുത്തത് അഥവാ ഞാൻ ഭക്ഷണമർത്തിയത്? അതല്ല എൻ്റെ വൈകാരികമോ എൻ്റെ ഭൗതികമോ എൻ്റെ ദീനീ വിരുദ്ധമോ അല്ലെങ്കിൽ എൻ്റെ മതനിരാകരണമോ മതനിരാസമോ എൻ്റെ മനസ്സിൻ്റെ ഹവയോ പരിഗണിച്ചുകൊണ്ട് ഇദ്ദേഹം എൻ്റെ ആദർശമനുസരിച്ച് നാളെ പാർലമെൻറ്റിലെത്തിയാൽ പ്രവർത്തിക്കും എന്ന നിയത്തിലാണോ നീ ഭക്ഷണമർത്തിയത്? വല്ലാഹി ഈ രണ്ട് കാര്യവും നാളെ ആഖിറത്തിൽ ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഭരണകൂടത്തെ തിരഞ്ഞെടുക്കുന്നതിൽ മുസ്ലിമീങ്ങൾക്ക് രാഷ്ട്രീയാധികാരവും അവകാശവും മാത്രമേ ഉള്ളൂ, ശർഈയായ ഉത്തരവാദിത്തം ഒന്നുമില്ല എന്ന തെറ്റിദ്ധാരണ തീർച്ചയായിട്ടും ഉണ്ടാവരുത്. ശർഈയായ ഉത്തരവാദിത്തമുണ്ട്, ശർഈയായ ബാധ്യതയുണ്ട്, ശരിയായ ബാധ്യത നാം നിറവേറ്റേണ്ടതുണ്ട്. ഇവിടെ കേരളത്തിലെ നാളെ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്ന മുസ്ലിമായ ഓരോ ആണും പെണ്ണും, ഏത് പാർട്ടി എന്നുള്ളതല്ല ഇവിടെ വിഷയം. നാം പറഞ്ഞല്ലോ പാർട്ടിയെ തിരഞ്ഞെടുക്കാനുള്ള മാനദണ്ഡം നാം ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട്. ഇവിടെ 3 പാർട്ടികളാണ്. ഒരു ഭാഗം പൂർണ്ണമായും ഫാസിസത്തെ അംഗീകരിക്കുകയും വംശീയത വികാരമാക്കി മാറ്റിയെടുക്കുകയും ചെയ്യുന്ന സമൂഹം. മറുഭാഗം ആദർശത്തെ നിരാകരിക്കുകയും ദീനിനെ നിരാശപ്പെടുത്തുകയും ചെയ്യുന്നൊരു ആ മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുക്കുന്ന സമൂഹം. മൂന്നാമത്തത് ഈ രണ്ടിനോടും സഹകരിക്കാതെ ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടനയനുസരിച്ച് ഇന്ത്യ രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള പോക്ക് പൂർണ്ണമായും ഇവിടുത്തെ പൗരന്മാരുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കി കൊടുക്കുന്ന കാര്യത്തിൽ പൂർണ്ണമായും ശ്രദ്ധ ചെലുത്തി അവരുടെ ആദർശമനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവും അവർക്കുള്ള അവകാശവും പൂർണ്ണമായും ഭരണഘടന അനുസരിച്ച് വിട്ടുകൊടുക്കാനുള്ള ഏർപ്പാടുകളിൽ ഏർപ്പെടുന്ന സെക്യുലർ ജനാധിപത്യത്തിൻ്റെ സെക്യുലർ ഡെമോക്രസിയുടെ മൂന്നാമത്തെ ഒരു പാർട്ടി. തിരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ഖിസ്ബ് ഇഖ്തിയാർ എന്നിട്ടൊരു പരിപാടി എന്ന ശരീഅത്തിലുണ്ടല്ലോ. തീരുമാനമെടുക്കാനും പ്രവർത്തിക്കാനും അതിനുശേഷമാണല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യത്തിൽ ഇടപെടുന്നത്. മനുഷ്യർക്ക് തീരുമാനമെടുക്കാനും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം അല്ലാഹു തആല വകവെച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്നും അടിച്ചേൽപ്പിക്കുന്നില്ല അല്ലാഹു തആല, ഒന്നും അടിച്ചേൽപ്പിക്കുന്നില്ല. തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യം വകവെച്ചു കൊടുക്കുകയും ആ സ്വാതന്ത്ര്യത്തിന് ആവശ്യമായ കഴിവുകൾ അല്ലാഹു കൊടുക്കുകയും മനുഷ്യൻ സ്വതസിദ്ധനായി ചിന്തിച്ച് മനസ്സിലാക്കി അറിവ് നേടി തീരുമാനമെടുക്കുകയും ആ തീരുമാനമനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ തീരുമാനമനുസരിച്ച് അവനിക്ക് അസ്ബാബുകളെ അനുകൂലമാക്കി കൊടുക്കുകയാണ്. സൽക്കർമ്മികൾ സൽക്കർമ്മത്തിനുള്ള വഴി, ദുർക്കർമ്മികൾ ദുർക്കർമ്മത്തിനുള്ള വഴി. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തർത്തീബാക്കി കൊടുക്കുന്നത്. എന്നല്ലാതെ അല്ലാഹു തആല അടിച്ചേൽപ്പിക്കുകയല്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ. അല്ലാഹു തആല അടിച്ചേൽപ്പിക്കുന്നില്ല ദീനിനെ, ഒരിക്കലും അടിച്ചേൽപ്പിക്കുന്ന വിഷയമില്ല. ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ ലസ്ത അലൈഹിം ബിമുസൈത്തിർ. ഒരു കാരണവശാലുമില്ല. കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ദീനുൽ ഇസ്ലാമിൻ്റെ ദുനിയാവിലെ ജോലി. അടിച്ചേൽപ്പിച്ച് ദീനനുസരിച്ച് ജീവിക്കണമെന്ന് പറയുന്ന രീതിയില്ല. അതുകൊണ്ട് തന്നെ നിരീശ്വരവാദികൾ അവരെ വഴിക്ക് സഞ്ചരിക്കും, യുക്തിവാദികൾ അവരെ വഴിക്ക് സഞ്ചരിക്കും, ഭൗതികവാദികൾ അവരെ ഭാഗത്ത് ചിന്തിക്കും. അതെല്ലാ മതക്കാരും ആ കൂട്ടത്തിലുണ്ടാവും. അറബി ഭാഷയിൽ പേരുള്ളവനുണ്ടാവും, ഇംഗ്ലീഷ് ഭാഷയിൽ പേരുള്ളവനുണ്ടാവും, മലയാളത്തിൽ പേരുള്ളവനുണ്ടാവും. ഇവിടെ ഒന്നും നമുക്ക് ആ വ്യക്തികളുമായി ബന്ധപ്പെട്ട് ആക്ഷേപിക്കാനോ അടിച്ചേൽപ്പിക്കാനോ അഥവാ അവരുടെ മേൽ കൈകാര്യം ഇങ്ങനത്തെ ഒരു ജോലിയും ഇസ്ലാമിൻ്റെ പ്രബോധകന്മാർക്കില്ല. ഇസ്ലാമിൻ്റെ പ്രബോധകന്മാർക്കുള്ളത് മൻഹജുൻ നബവി മാത്രമാണ്. പ്രവാചകന്മാരെ എങ്ങനെയാണോ ചെയ്യാൻ കൽപ്പിച്ചത് അങ്ങനെ. പ്രമാണം മുമ്പിലുണ്ട്, മാക്കാലുള്ള മുമ്പിലുണ്ട്, ഒമാക്കാല റസൂലുള്ള മുമ്പിലുണ്ട്. രാജ്യം ആര് ഭരിക്കുന്നു എന്നതൊന്നും നമ്മെ സംബന്ധിച്ചുള്ള വിഷയമല്ല. കാരണം അള്ളാഹുവാണ് ഭരണാധികാരികളെ കൊണ്ട് പ്രവർത്തിപ്പിക്കേണ്ടത് എന്നാണ് നമ്മുടെ അഖീദ. ഫാസിസ്റ്റുകൾ 10 കൊല്ലം ഭരിച്ചു. ഈ 10 കൊല്ലവും ഇവിടുത്തെ ഭരണാധികാരികളെ കൊണ്ട് കാര്യങ്ങൾ നിർവഹിപ്പിച്ചത് ഭരണങ്ങൾ അത് ചിലപ്പോൾ അനുകൂലമാകാം, ചിലപ്പോൾ പ്രതികൂലമാകാം. അതെ ഭരണീയരായ ജനങ്ങൾ അവരുടെ രീതിക്കനുസരിച്ചും ആവശ്യങ്ങൾക്കനുസരിച്ചും അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭരണകൂടത്തെ പൂർണ്ണമായും തദ്ബീർ ചെയ്യാൻ യോഗ്യതയുള്ളവരാണ്. എത്ര കെട്ടുകെട്ടിത്ത ശക്തികളാണെങ്കിലും ശരി അവരെ മയമാക്കി മുസ്ലിമീങ്ങളോട് പെരുമാറിപ്പിക്കാൻ അല്ലാഹു കഴിവുള്ളവനാണ്. എത്ര കടുപ്പൊക്കെ എത്ര മയമായവരാണെങ്കിലും ശരി അവരെ മുസ്ലിമീങ്ങൾക്കെതിരെ ശത്രുക്കൾ. ഇവിടെ അള്ളാഹു പരിഗണിക്കുന്നത് മുസ്ലിമീങ്ങളായ ആദർശവാദികളാണ്. ഇപ്പം ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഭരണകൂടത്തെ അള്ളാഹു തആല തീരുമാനിക്കുന്നത് ഇവിടുത്തെ മുഅ്മിനീങ്ങളെ പരിഗണിച്ചുകൊണ്ടാണ്. കാരണം മുഅ്മിനീങ്ങളല്ലാത്തവർക്ക് ആവശ്യങ്ങൾ മാത്രമേ പൂർത്തിയാക്കാനുള്ളൂ. മുഅ്മിനീങ്ങൾക്ക് ആദർശവും കൂടി പൂർത്തിയാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങളുടെ ആദർശത്തെ പരിഗണിച്ചുകൊണ്ടായിരിക്കും അള്ളാഹു തആല അസ്ബാബുകളെ നിശ്ചയിക്കുന്നുണ്ടാകുക. മുഅ്മിനീങ്ങളെ പരിഗണിച്ചുകൊണ്ട്
ഭരണകൂടത്തെ നിശ്ചയിക്കുന്ന അല്ലാഹു തആല മുഅ്മിനീങ്ങളെയും കൂടി പരിഗണിച്ചുകൊണ്ടാണ്. മുഅ്മിനീങ്ങൾ അവർ അല്ലാഹു തആലക്ക് ഷഹാദത്ത് കൊടുത്തവരാണ്, അല്ലാഹു തആലക്ക് കരാറ് കൊടുത്തവരാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാൻ തീർച്ചയായും അല്ലാഹു അല്ലാത്ത ഒരാളെയും ഇടപെടിപ്പിക്കുന്ന പ്രശ്നമില്ല. അശ്ഹദു, അത് ജീവിച്ച് തെളിയിക്കാൻ ഞാൻ തയ്യാറാണ്. അതെങ്ങനെ തെളിയിക്കും? വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, അള്ളാഹ് നിയോഗിച്ചു തന്ന മുഹമ്മദ് നബിന്റെ റിസാലത്തിനെ ഫോളോ ചെയ്തുകൊണ്ടായിരിക്കും ഞാൻ നിർവഹിക്കുക. ഇത് അല്ലാഹു തആലക്ക് കരാറ് കൊടുത്തത് ഇന്ത്യ രാജ്യത്തുള്ള ഏതാണ്ട് 30-35 കോടി മുസ്ലിമീങ്ങൾ. ആ മുസ്ലിമീങ്ങൾ അല്ലാഹു തആലക്ക് കരാറ് കൊടുത്തവരാണ്. ഈ കരാറ് കൊടുത്ത മുസ്ലിമീങ്ങളിൽ കരാറ് ലംഘിച്ചവരും കാണും, കരാറ് പാലിച്ചവരെയും കാണും. ഇവിടെയാണ് ഭരണകൂടത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദർശവുമായി ബന്ധിപ്പിക്കുന്നത്. മറ്റുള്ളവരാരും ഷഹാദത്തില്ല. ഇവിടുത്തെ ഹിന്ദുക്കൾ അള്ളാഹുമായി ഷഹാദത്തിലല്ല, ഇവിടുത്തെ ക്രിസ്ത്യാനികൾ അള്ളാഹുമായി ഷഹാദത്തിലല്ല, അതേപോലത്തെ ഇവിടുത്തെ ജൂതന്മാർ, ഇവിടുത്തെ ഫാസികൾ അതും അള്ളാഹുമായിട്ട് കരാറിലല്ല, ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകൾ അള്ളാഹുമായിട്ട് കരാറിലല്ല. അവരെ കരാറിനെ നിരാകരിക്കുന്നവരാണ്. വലതുപക്ഷ ഫാസിസമാവട്ടെ, ഇടതുപക്ഷ കമ്മ്യൂണിസം ആവട്ടെ, അതേപോലെ തന്നെ അൾട്രാ ജനാധിപത്യത്തിൻ്റെ ആൾക്കാരും അൾട്രാ മതേതരത്വത്തിൻ്റെ ആൾക്കാരുമാവട്ടെ, ഇവരാരും തന്നെ അള്ളാഹുമായിട്ട് കരാറിലല്ല. അള്ളാഹുമായിട്ട് കരാറിലുള്ളത് ഇവിടുത്തെ മുഅ്മിനീങ്ങളാണ് ആ കരാറ് പാലിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവർ മുസ്ലിമീങ്ങളിൽ തന്നെ മഹാഭൂരിപക്ഷം കരാറ് ലംഘിച്ചവരാണ്. അള്ളാഹുമായിട്ട് നടത്തിയ കരാറ് അള്ളാഹു അല്ലാത്തവരെ, മരിച്ചുപോയവർ, ജിന്നുകൾ, മലക്കുകൾ, വസ്തുക്കൾ, ദീനാറ്, ദിർഹം എന്നിത്യാദി കാര്യങ്ങളെ കൊണ്ടാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്ന് വിശ്വസിച്ച് അവകളെ ഇടപെടിപ്പിച്ച് അവകളെ അനുകൂലമാക്കി തരാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനെ ഉൾക്കൊള്ളുന്നൊരു രീതിക്കാരാണ് അവർ. പൂർണ്ണമായും ഷഹാദത്തിനെ നിരാകരിച്ചവരാണ്. അവരാവട്ടെ ഒന്നിക്കിൽ അവരുടെ ഹവയനുസരിച്ച്, അല്ലെങ്കിൽ അവരുടെ ഷെയ്ഖുകൾ പറയുന്നതനുസരിച്ച്, അല്ലെങ്കിൽ അവരുടെ മൗലാനമാരോ ഷെയ്ഖുനമാരും പറയുന്നതനുസരിച്ചായിരിക്കും അഅ്മാലുകളെ മേൽപ്പറയപ്പെട്ട കാര്യത്തെ സ്വായത്തമാക്കാൻ അള്ളാഹുവിനെ സമർപ്പിക്കുക. അപ്പോൾ ഇത് റിസാലത്തിന് കൊടുത്ത ഷഹാദത്തിനെതിരായി. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന കലിമക്ക് ഷഹാദത്ത് കൊടുത്ത ഇന്ത്യ രാജ്യത്തിലെ ഏതാണ്ട് 20-30 കോടിയോളം വരുന്ന മുസ്ലിമീങ്ങളെ പരിഗണിച്ചുകൊണ്ടുമായിരിക്കും അല്ലാഹു തആല ഭരണകൂടത്തെ നിശ്ചയിക്കുന്നുണ്ടാകുക. അതിൽ അസ്ബാബുകളെ തിരിക്കാൻ അല്ലാഹു കഴിവുള്ളവനാണ്. നേർക്ക് നേരെയാണ് എങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ നേർതിരിവുണ്ടാകും. വഞ്ചനയിലൂടെയും മറ്റും അധികാരത്തിലേറാൻ ശ്രമിക്കുന്നവർ നടത്തുന്ന വഞ്ചനയ്ക്ക് വേറെ ട്രീറ്റ്മെൻറ്റാണ് ആവശ്യം. അള്ളാഹുവിനെ ഏകപക്ഷീയമായിട്ട് ഇടപെടിപ്പിക്കുന്ന ട്രീറ്റ്മെൻറ്റാണ് അതിന് ആവശ്യം. അനുവദിക്കപ്പെട്ട രീതിയിൽ അധികാരത്തിലേക്ക് വരുന്നവരുടെ അധികാരത്തെ അനുകൂലമാക്കി തീർക്കാൻ വേറൊരു ട്രീറ്റ്മെൻറ്റാണ് ആവശ്യം. ഇവിടെ മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു കൊടുത്ത വഅദ എന്താണ് കൂട്ടരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ? വഅദല്ലാഹുല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സാലിഹാത്ത്, നിങ്ങളിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂൽ അനുസരിച്ച് ജീവിക്കുന്നവർ, അതല്ലേ ആമനു ലാ ഇലാഹ ഇല്ലല്ലാഹ് അനുസരിച്ച് ജീവിക്കുന്നവർ, വഅമിലുസ് സാലിഹാത്ത് മുഹമ്മദുർ റസൂൽ അനുസരിച്ച് കർമ്മങ്ങളെ തർത്തീബാക്കുന്നവർ. അപ്പോൾ അവർക്ക് അല്ലാഹു തആല വഅദ ചെയ്തിട്ടുണ്ട്. വഅദല്ലാഹുല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സാലിഹാത്ത്, നിങ്ങളിൽ നിന്ന് ഈമാനും അഅ്മാലും ഉള്ളവർ, അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി കൊടുത്ത ഷഹാദത്തനുസരിച്ച് ജീവിച്ചവർക്ക് അല്ലാഹു തആല വഅദ ചെയ്യുന്നു. എന്താണ് വഅദ? ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർദി കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം, നിങ്ങൾ ഏത് ഭൂമിയിൽ ജീവിക്കുന്നവരായാലും ആ ഭൂമിയിൽ നിങ്ങൾക്ക് ഞാൻ ആധിപത്യം നൽകും. രാജ്യം ആരും ഭരിക്കാൻ ഞാൻ ഏൽപ്പിക്കുന്നു വരും. അത് അല്ലാഹു തആല ചിലപ്പോൾ ക്രിസ്ത്യാനികളെ ഏൽപ്പിക്കും, ചിലപ്പോൾ ജൂതന്മാരെ ഏൽപ്പിക്കും, ചിലപ്പോൾ ഫാസിസ്റ്റുകളെ ഏൽപ്പിക്കും, ചിലപ്പോൾ കമ്മ്യൂണിസ്റ്റുകളെ ഏൽപ്പിക്കും. അതൊന്നും നിങ്ങൾ നോക്കേണ്ടതില്ല. മുഅ്മിനീങ്ങളുടെ കാര്യത്തിൽ ഞാൻ പ്രത്യേക ഇടപെടലുണ്ടാക്കും. ഏത് രാജ്യം ഭരിച്ചാലും ശരി ആ അധികാരത്തിൽ നിങ്ങൾക്ക് പൂർണ്ണമായ ആധിപത്യമുണ്ടാകും. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അനുകൂലമായ തീരുമാനം അവരെ കൊണ്ട് ഞാൻ എടുപ്പിക്കുകയുള്ളൂ. അവരെ കൽബ് എൻ്റെ കയ്യിലാണ്. അവരധികാരം അസ്ബാബിൻ്റെ മാലിക്ക് ഞാനാണ്, ഖുലൂബിൻ്റെ മാലിക്ക് ഞാനാണ്, മുൽക്കിൻ്റെ മാലിക്ക് ഞാനാണ്, മാലിക്ക് എല്ലാത്തിൻ്റെയും മാലിക്ക് ഞാനാണ്. അതുകൊണ്ട് എനിക്കറിയാം ഏത് വഴിക്ക് അവരെ തിരിക്കണം. ഇവിടുത്തെ ഫാസിസ്റ്റുകളെ ഏത് വഴിക്ക് തിരിക്കണം, കമ്മ്യൂണിസ്റ്റുകളെ ഏത് വഴിക്ക് തിരിക്കണം, ഇടതു വലത് കക്ഷികളെ ഏതു ഭാഗത്ത് തിരിക്കണം, അത് നന്നായി അറിയുന്നവൻ ഞാനാണ്. നിങ്ങൾ എനിക്ക് തന്ന ഷഹാദത്തനുസരിച്ചാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ അതനുസരിച്ച് ഞാൻ പ്രവർത്തിക്കും. ഇത് അല്ലാഹുവിന്റെ വഅദയാണ് കൂട്ടരെ. ഈ ആയത്തിൽ എന്താണ് നാം അർത്ഥം വെക്കേണ്ടത്? ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർദി കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലി, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് പ്രധാനമന്ത്രി പദം കൊടുത്ത പോലെ നിങ്ങൾക്കും തരാമെന്നല്ല വാക്കിന്റെ വായന. നിങ്ങൾക്ക് മുമ്പുള്ളവരെ പ്രസിഡന്റ് ആക്കിയതുപോലെ അങ്ങനെ ആരും പ്രസിഡന്റും പ്രധാനമന്ത്രി അല്ലാഹ് ആക്കിയിട്ടില്ല. മുഅ്മിനീങ്ങൾക്ക് ആധിപത്യം അല്ലാഹു തആല കൊടുത്ത ചരിത്രം നൂഹ് നബി മുതൽ അഷ്റഫുൽ ഖൽഖ് വരെയുള്ള ചരിത്രം അല്ലാഹു തആല പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാ മേഖലകളിലും ആധിപത്യം അല്ലാഹു തആല കൊടുത്ത രീതി, ആദിന്റെ മേൽ ആദിനെ ഉപയോഗിച്ചുകൊണ്ട്, സമൂദിനെ ഉപയോഗിച്ചുകൊണ്ട്, ഇറമിനെ ഉപയോഗിച്ചുകൊണ്ട്, ഫിറൗവിനെ ഉപയോഗിച്ചുകൊണ്ട്, അങ്ങനെ റോമിനെ ഉപയോഗിച്ചുകൊണ്ട്, പേർഷ്യയെ ഉപയോഗിച്ചുകൊണ്ട് അല്ലാഹു തആല അതാത് കാലഘട്ടത്തിൽ നബവി മനഹജ് അനുസരിച്ച് ജീവിച്ച ന്യൂനപക്ഷത്തിന് നൽകിയ ആധിപത്യത്തിന്റെ പൊരുൾ അല്ലാഹ് പറഞ്ഞു തന്നിട്ടുണ്ട്.
ആധിപത്യം തന്നെയാണ് ഇനി ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കും കിട്ടാൻ പോകുന്നത്. അവർ ഈമാൻ അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ ആ വഅദക്ക് അള്ളാഹു മാറ്റം വരുത്തി. ഇന്നഹു ലാ യുഖ്ലിഫുൽ മിയാദ്. അള്ളാഹു ഒരിക്കലും വഅദ ലംഘിക്കുകയില്ല കൂട്ടരെ. നാം അള്ളാഹുവിന് കൊടുത്ത കരാറ് പാലിക്കും. ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമാ ഇസ്തഖ്ലഫല്ലദീന. നമ്മൾ ജാറങ്ങളെ കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത കരാറ് ലംഘിച്ചു. തരീഖത്തുകളെ കൊണ്ടും ഷെയ്ഖുകളെ കൊണ്ടും ജീവിച്ചിരിക്കുന്ന മറ്റു മഹാന്മാരെ കൊണ്ടും മുഹമ്മദ് റിസാലത്തിന് കൊടുത്ത ഷഹാദത്ത് ലംഘിച്ചു. അള്ളാഹു കരാർ ലംഘിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നില്ല. അള്ളാഹു കരാർ ഏർപ്പെട്ടതിന് ശേഷം ഈമാൻ കുഫറിലേക്ക് പോകുന്നവർ അള്ളാഹു താല പല രീതിയിലും പറഞ്ഞിട്ടുണ്ട്. ആ കാര്യം സഹാബാക്കളെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഈമാൻ കിട്ടിയതിന് ശേഷം അഥവാ ഷഹാദത്തിൽ ഏർപ്പെട്ടതിന് ശേഷം ആ ഷഹാദത്തിനെ നിരാകരിച്ച സഹാബാക്കളെ അള്ളാഹു താല കടുകടുത്ത ഭാഷയിൽ ആക്ഷേപിച്ചത് പരിശുദ്ധ ഖുർആൻ വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അത് നമുക്ക് ബാധകമാണ്. നമുക്ക് രാജ്യം ആര് ഭരിക്കുന്നു, ഭരിപ്പിക്കുന്നു, പേടിപ്പിക്കുന്നു ചെയ്യേണ്ട ഇവിടെ ആരും. ഫാസിസ്റ്റുകൾ ഭരിക്കുന്നു, കമ്മ്യൂണിസ്റ്റുകൾ ഭരിക്കുന്നു, സയനിസ്റ്റുകൾ ഭരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇവിടെ ആരും പേടിപ്പിക്കാൻ മെനക്കെടേണ്ട. അസ്ബാബുകളെ കാണിച്ചിട്ട് ആരും പേടിപ്പിക്കണ്ട. അസ്ബാബിന്റെ മാലിക്കായ അള്ളാഹിനെ കാണിച്ചിട്ട് പേടിപ്പിക്കും. ആ പേടി എന്താ? അള്ളാഹ് കൊടുത്ത കരാറ് നാം പാലിക്കുമ്പോൾ നമുക്ക് തന്ന വഅദ അള്ളാഹു തആല പാലിക്കും. ഒന്നാമത്തെ വഅദ ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമാ ഇസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം. നിങ്ങളെ പൂർവികന്മാരായ മുഅ്മിനീങ്ങൾക്ക് നാം നൽകിയ ആധിപത്യം ആര് രാജ്യം ഭരിച്ചാലും നിങ്ങൾക്ക് നൽകും ഞാൻ. ആ ആധിപത്യം ചിലപ്പോൾ നിങ്ങളുടെ മേൽ ആധിപത്യം ചെലുത്തുന്ന അക്രമികളായ ഭരണകൂടത്തെ ഫിറൗനെ കൈകാര്യം ചെയ്യും പോലെ കൈകാര്യം ചെയ്തിട്ട് നിങ്ങൾക്ക് ഞാൻ സ്വാതന്ത്ര്യം തരും. ആദിനെയും ഇറമിനെയും സമൂദിനെയും കൈകാര്യം ചെയ്യും പോലെ കൈകാര്യം ചെയ്തിട്ട് നിങ്ങൾക്ക് ആധിപത്യം തരും. ഇന്ത്യ രാജ്യത്തിലെ ഫാസിസ്റ്റ് സമൂഹം മുസ്ലിമീങ്ങൾക്കെതിരെ നടത്തുമ്പോൾ രണ്ട് രീതി സ്വീകരിക്കും അള്ളാഹു. ഒന്ന്, കരാറ് ലംഘിച്ച മുസ്ലിമീങ്ങളുടെ മേൽ അക്രമപരമായ ആധിപത്യം നൽകി അള്ളാഹു നമ്മളെ ശിക്ഷിക്കാൻ തയ്യാറാകും. അതിന് ഭരണകൂടത്തെ അള്ളാഹു ഉപയോഗിക്കും. മറിച്ച് നാം അള്ളാഹ് കൊടുത്ത കരാറ് പാലിക്കുമ്പോൾ ഫിറൗനെ കൈകാര്യം ചെയ്ത പോലെ ഫാസിസ്റ്റുകളെ കൈകാര്യം ചെയ്യാൻ അള്ളാഹു കഴിവുള്ളവനാണ് കൂട്ടരെ. അത് നമ്മുടെ ഈമാന്റെ ഭാഗമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. എന്തിനും കഴിവുള്ളവനാണ് എൻ്റെ അള്ളാഹു എന്ന് നാം അള്ളാഹ്ക്ക് കരാറ് കൊടുക്കുക. എന്നിട്ട് നാം അള്ളാഹു അല്ലാത്ത പലതിനെയും പേടിച്ചുകൊണ്ട് നാം നമ്മുടെ കരുക്കൾ നീക്കുക. ഇത് ശരിയാകുകയില്ല എന്നാണ് നാം പറയുന്നത്. രണ്ട് രീതി അള്ളാഹു തആല സ്വീകരിച്ചിരിക്കും. ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന മോമിനിങ്ങളുടെ കാര്യത്തിൽ അക്രമപരമായി ഭരണകൂടം ഇടപെടുമ്പോൾ മോമിനിങ്ങളുടെ ഈമാന്റെ തോത് പരിശോധിക്കും. അതിലവർ വിജയിച്ചിട്ടുണ്ടെങ്കിൽ അഥവാ ഷഹാദത്ത് അള്ളാഹ്ക്ക് പൂർത്തിയാക്കി കൊടുക്കുന്ന കാര്യത്തിൽ വിജയിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു തആല പറഞ്ഞു രാജ്യത്ത് നാശമുണ്ടാക്കുകയും അരാജകത്വം ഉണ്ടാക്കുകയും രാജ്യത്ത് വിപ്ലവം ഉണ്ടാക്കുകയും കുഴപ്പമുണ്ടാക്കുകയും എന്നിട്ട് ജനങ്ങളെ കൊന്നൊടുക്കുകയും ചെയ്യുന്ന ഫിർഔനെ നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ നബിയെ? ആ ഫിർഔനെ കൈകാര്യം ചെയ്ത പോലെ അല്ലാഹു തആല വർത്തമാനകാല ജീവിച്ചിരിക്കുന്ന ഫിർഔനെ കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവനാണ് കൂട്ടരെ. എന്നിട്ട് അല്ലാഹു തആല സമൂദല്ലദീന ജാബു സഖറ ബിൽ വാദ്, ഭയങ്കരമായ മലഞ്ചെരുവുകളിൽ കോട്ടകൾ കെട്ടി പട്ടാളത്തെ നിശ്ചയിച്ച് മുസ്ലിം ന്യൂനപക്ഷത്തെ നിശ്ചയിച്ചില്ലാതാക്കി തീർക്കാൻ മെനക്കെട്ട ആദിന്റെ സംഘത്തെ നാം കൈകാര്യം ചെയ്തില്ലേ നബിയെ? പിരമിഡുകൾ പണിത് രാഷ്ട്രീയാധിപത്യത്തിന്റെ സകലതും ലോകത്തിന്റെ മുമ്പിൽ സ്മാരകമാക്കി നിർത്തി രാജ്യം ഭരിച്ചില്ല 10,000-ങ്ങളെ കൊന്നൊടുക്കിയ ഫറോവായ ഞാൻ കൈകാര്യം ചെയ്തില്ലേ? ഇത് നമ്മളോടല്ലേ പറയുന്നത് കൂട്ടരെ? അതുകൊണ്ട് തന്നെ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ മേൽ അവർ അള്ളാഹ്ക്ക് കൊടുത്ത കരാറനുസരിച്ച് ജീവിക്കുന്നതിന് തടസ്സക്കാരായി നിൽക്കുമ്പോൾ ഫിറൗനെ കൈകാര്യം ചെയ്ത പോലെ കൈകാര്യം ചെയ്യാൻ അള്ളാഹു കഴിവുള്ളവനാണ്. നാം കാത്തിരിക്കുന്നേ പറ്റൂ. അള്ളാഹു തആല പറഞ്ഞു വസ്തഈനു ബില്ലാഹി വസ്ബിറു, നിങ്ങൾ അള്ളാഹിനോട് സഹായം ചോദിച്ചുകൊണ്ടിരിക്കും, ക്ഷമിക്കുകയും ചെയ്യും. അള്ളാഹു തആല നടപടിയെടുക്കാൻ പോകുന്നുണ്ട്. അതേപോലെ തന്നെ മതനിരാസവും മതനിരാകരണവും മതനിരോധനവുമായി ഇടതുപക്ഷ സംവിധായകന്മാര് മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ ആദർശത്തിൽ കടന്നുകയറ്റം നടത്തുമ്പോൾ നാം അള്ളാഹുവിന് കൊടുത്ത കരാറനുസരിച്ച് തീവ്രമായി ജീവിക്കാൻ തയ്യാറുണ്ടെങ്കിൽ അവരെയും ഇല്ലാതാക്കാൻ അള്ളാഹു തആല കഴിവുള്ളവനാണ്. ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമാ ഇസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം. പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുമ്പോൾ അള്ളാഹ് നൽകിയ ആ മൂന്ന് വഅദക്ക് യോഗ്യരാണോ എന്നും കൂടി പരിശോധിച്ചിട്ട് വേണം പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലാൻ. അതാണ് നമ്മുടെ അഖീദ കൂട്ടർ, അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ. അതാണ് അല്ലാഹു തആല നമുക്ക് ഭരണത്തിന്റെ മേൽ നൽകിയിരിക്കുന്ന താമസിക്കുന്ന രാജ്യത്തിന്റെ മേൽ നൽകിയിരിക്കുന്ന ആ ആനുകൂല്യം വീണ്ടെടുക്കാൻ യോഗ്യരാണോ നാം? ആ മൂന്ന് വഅദക്ക് യോഗ്യരാണോ നാം? എന്താണ് എന്ന് തീരുമാനമെടുക്കണം നമ്മുടെ മനസ്സിൽ. ഒന്നാമത്തത് ഇതാണ്, ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമാ ഇസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം.
ഈ തെരഞ്ഞെടുപ്പിലൂടെ ഭരണം ആര് ഭരിച്ചാലും ശരി, മുസ്ലിം ഉമ്മത്തിന് ശരീഅത്തനുസരിച്ച് ജീവിക്കാനുള്ള സൗകര്യം ഞാൻ ഉണ്ടാക്കി കൊടുക്കാം, ആധിപത്യം ഞാൻ കൊടുക്കാം. അള്ളാഹുവിന്റെ വാഴതയാ. രണ്ടാമത്തെ വാഴത വല യുമക്കിനന്ന ലഹും ദീനഹും അല്ലദി ഇർതളാ ലഹും. നിങ്ങൾക്ക് ഞാൻ തൃപ്തിപ്പെട്ടു എന്ന ദീനുൽ ഇസ്ലാമിനെ നിങ്ങൾ റളീതു ബില്ലാഹി റബ്ബ, അള്ളാഹിനെ റബ്ബാക്കി അംഗീകരിച്ചുകൊണ്ടാണ് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഷഹാദത്ത് കൊടുത്തിരിക്കുന്നത്. വബിൽ ഇസ്ലാമി ദീന, ദീനുൽ ഇസ്ലാമിനെ ജീവിത മാർഗമായി അംഗീകരിച്ചുകൊണ്ടാണ് നിങ്ങൾ ഷഹാദത്ത് കൊടുത്തിരിക്കുന്നത്. വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ്യം വറസൂല. ആ അള്ളാഹുവിനെ റബ്ബാക്കാൻ ജീവിക്കാൻ, അള്ളാഹുവിന്റെ റുബൂബിയത്ത് അംഗീകരിച്ച് ജീവിക്കാനും ആ റുബൂബിയത്ത് അംഗീകരിച്ചുള്ള ജീവിതത്തിന് ദീനുൽ ഇസ്ലാമിനെ പാതയായി സ്വീകരിക്കാനും മുഹമ്മദ് മുസ്തഫ എന്താണോ പഠിപ്പിച്ചെന്നത് അതും ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുകയാണ്. ഈ രീതിയിൽ അള്ളാഹു കൊടുത്ത കരാറ്, ആ രീതിയിൽ അള്ളാഹുവിന് കരാറ് കൊടുക്കുന്ന സന്ദർഭത്തിൽ രണ്ടാമത്തെ കാര്യം അള്ളാഹു തആല പറഞ്ഞു, ശരി, നിങ്ങൾ നിങ്ങളെടുത്ത തീരുമാനമനുസരിച്ച് ജീവിക്കുകയാണ് എങ്കിൽ അംദീനനുസരിച്ച് ജീവിക്കാൻ ഭൂമിയിൽ നിങ്ങൾക്ക് ഞാൻ സൗകര്യം ഉണ്ടാക്കി തരാം. അത്തംകീനു ഫിദ്ദീൻ. ഇവിടെ ഏത് ഭരണഘടന വന്നാലും ശരി, ഏത് ഭരണഘടന മാറ്റിയാലും ശരി, ഏത് CAA നടപ്പിലാക്കിയാലും ശരി, നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങളുടെ കാര്യം ഞാൻ ഏറ്റവും അല്ലാഹു തആല പറയുന്ന കൂട്ടരെ. ഞാൻ ഇവിടുത്തെ ഭരണാധികാരികളെയോ പ്രധാനമന്ത്രിയെയോ ആഭ്യന്തരമന്ത്രിയെയോ മുഖ്യമന്ത്രിയെയോ പ്രതിപക്ഷ നേതാവിനെയോ ഇവരെ ആരെയും നോക്കിക്കൊണ്ടല്ല ഞാൻ നിങ്ങളോട് പറയുന്നത്. ഞാൻ പറയുന്നത് അള്ളാഹുവിൻ്റെ വാഴ്ചയാണ്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ നിങ്ങൾക്ക് ഇന്നത് ചെയ്തു തരും, ഞങ്ങൾ ഇന്നാൾ അധികാരത്തിൽ വന്നാൽ നിങ്ങൾക്ക് ഇന്നതാണ് സംഭവിക്കുക, ഇതൊക്കെ പറയുന്ന ആ മുന്നറിയിപ്പുകൾ ഉണ്ടല്ലോ, അതെല്ലാം നമ്മളിവിടെ പരിഗണിക്കുന്നത്. നാം അള്ളാഹു നൽകുന്ന ഉറപ്പിനെ പരിഗണിച്ചുകൊണ്ടാണ് നാം പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുന്നത്. എന്താണ് അള്ളാഹു നമുക്ക് തന്ന ഉറപ്പ്? വലയുമക്കിനന്ന ലഹും ദീനഹും അല്ലദി ഇർതളാ ലഹും. ഈമാനും അഅ്മാലും ഉള്ളവർക്ക് കൊടുത്ത രണ്ടാമത്തെ അതാണ്, നിങ്ങൾക്ക് ദീനനുസരിച്ച് ജീവിക്കാനുള്ള സൗകര്യം ഞാൻ ഉണ്ടാക്കിത്തരാം. അങ്ങ് കാശ്മീർ തൊട്ട് ഇങ്ങ് കന്യാകുമാരി വരെ ജീവിക്കുന്ന മുസ്ലിമീങ്ങൾക്ക് ദീനനുസരിച്ചുള്ള ജീവിക്കാനുള്ള സൗകര്യവും അതിനുള്ള ഭരണപരമായ ഏർപ്പാടുകളും ഭരണകൂടത്തിന്റെ സപ്പോർട്ടും ഞാൻ ഉണ്ടാക്കിത്തരാം. അള്ളാഹു ആണ് പറയുന്നത് കൂട്ടരെ. വലയുമക്കിനന്ന ലഹും ദീനഹും അല്ലദി ഇർതളാ ലഹും. മൂന്നാമതായിട്ട് അല്ലാഹു തആല പറഞ്ഞു, ഫാസിസ്റ്റുകൾ നിങ്ങളെ പേടിപ്പിക്കുന്നു, സയനിസ്റ്റുകൾ നിങ്ങളെ പേടിപ്പിക്കുന്നു, അതേപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകൾ നിങ്ങളെ പേടിപ്പിക്കുന്നു. നിങ്ങളെ അവരിങ്ങനെയാക്കും, ഇവരിങ്ങനെയാക്കും, ഞങ്ങളിങ്ങനെയാക്കും, ഇങ്ങനെ പേടിപ്പിക്കുന്നു. ഒരു പേടിക്കും നിങ്ങൾ നിന്നു കൊടുക്കണ്ട. വലയുബദ്ദിലന്നഹും, അവർക്ക് ഞാൻ പകരം നൽകുന്നതാണ് മിൻ ഖൗഫി ബഅദി ഖൗഫിഹിം. അവർ പേടിച്ചരണ്ട് ജീവിക്കുന്നതിന് ശേഷം, അവരാകെ പേടിച്ചരണ്ട് നമ്മൾ നാട്ടിൽ നിന്ന് പോകേണ്ടി വരുമോ, ഇവിടെ പൗരത്വം നടപ്പിലാക്കിയാൽ നമ്മളെ കാര്യം എന്താകോ, ഇവിടെ മറ്റുള്ള നിയമം നടപ്പിലാക്കിയാൽ നമ്മളെ അവസ്ഥ എന്താകോ, ഈ രീതിയിൽ പേടിച്ചരണ്ട് ജീവിക്കുന്ന നിങ്ങൾക്ക് നിർഭയത്വം ഞാൻ പകരം തരാം. തബ്ദീലുൽ ഖൗഫി ബിൽ അംന്. 3 വഅദയാണ്. 1 അൽ ഇസ്തിഖ്ലാഫു ഫിൽ അർള്, 2 അത്തംകീനു ഫിദ്ദീൻ, 3 അൽ അംനു അൽ തബ്ദീലുൽ ഖൗഫി ബിൽ അംന്, നിർഭയത്വം പ്രദാനം ചെയ്യുക എന്നുള്ളത്. ഈ 3 വഅദകൾ അള്ളാഹു എനിക്ക് നൽകും എന്ന ഈമാനോടുകൂടി തന്നെ പോളിംഗ് ബൂത്തിലേക്ക് ആ ഈമാൻ സഹിയാകാൻ ആ 3 വഅദകൾ നമുക്ക് അനുകൂലമാക്കി തീർക്കുന്ന രീതിയിൽ ഇന്ത്യ രാജ്യത്തുള്ള ഏതാണ്ട് 100 കോടിയോളം വരുന്ന മനുഷ്യർ പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുമ്പോൾ, അവർ വോട്ട് രേഖപ്പെടുത്തുമ്പോൾ അവരുടെ കൽബ് അള്ളാഹുവിൻ്റെ കയ്യിലാണ്, അവരുടെ കൈവിരലിൻ്റെ നിയന്ത്രണം അള്ളാഹുവിൻ്റെ കയ്യിലാണ്, അസ്ബാബിൻ്റെ കൺട്രോൾ അള്ളാഹുവിൻ്റെ കയ്യിലാണ്. നേരെ ചൊവ്വയാണ് കാര്യങ്ങൾ നടക്കുന്നതെങ്കിൽ തീർച്ചയായും അള്ളാഹുവിനനുസരിച്ച് കൈകാര്യം ചെയ്ത്, നേരെ ചൊവ്വയല്ല വഞ്ചനാപരമായും ചതിപരമായുമാണ് കാര്യങ്ങൾ നടക്കുന്നെങ്കിൽ ആ വഞ്ചനക്കും ചതിക്കും എന്താണ് വേണ്ടത് എന്ന് അല്ലാഹു തആല ചരിത്രം സാക്ഷിയാക്കിക്കൊണ്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. വൽ അസ്ർ, കാലത്തെ തന്നെയാണ് സത്യം, ചരിത്രത്തെ തന്നെയാണ് സത്യം, കാലഘട്ടത്തിന് അഡ്രസ് ഉണ്ടാക്കി കൊടുക്കുന്ന ചരിത്രത്തെ തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യരാശി പരാജയത്തിലാണ്. 4 കൂട്ടർക്കേ സംരക്ഷണമുള്ളൂ. ഇല്ലല്ലദീന ആമനു, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഷഹാദത്ത് കൊടുത്ത് ജീവിക്കാൻ തയ്യാറാകുന്നവർ, വഅമിലുസ് സാലിഹാത്ത്, മുഹമ്മദുർ റസൂലുള്ളാഹിക്ക് ഷഹാദത്ത് കൊടുത്ത് ജീവിക്കാൻ തയ്യാറാകുന്നവർ, വതവാസൗ ബിൽ ഹഖ്, അതാണ് സത്യം എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നവർ, വതവാസൗ ബിസ്സബ്ർ, അതിന്റെ പേരിൽ ഭരണകൂടത്തിൽ നിന്നോ മറ്റ് സമൂഹത്തിൽ നിന്നോ ശത്രുക്കളിൽ നിന്നോ മറ്റ് മതങ്ങളിൽ നിന്നോ എന്ത് തന്നെ സഹിക്കേണ്ടി വന്നാലും എൻ്റെ ആദർശത്തിന് പോറലേൽക്കാതിരിക്കാൻ ഞാൻ എത്ര വരെ സഹിക്കാനും ക്ഷമിക്കാനും തയ്യാറാണ് എന്ന് പ്രഖ്യാപിക്കുന്നവർ ഈ 4 കൂട്ടർക്കേ ഉള്ളൂ. ഈ ദുനിയാവിനും മോചനം, നാളെ ആഖിറത്തിനും സംരക്ഷണം. ഇതാണ് അല്ലാഹു തആല നമുക്ക് തന്നിരിക്കുന്ന വഅദ. ആ വഅദ ഞാൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അല്ലാഹു തആല നമ്മളോട് ശർത്ത് പറഞ്ഞിട്ടുണ്ട്. ലാ തഅബുദു
വഅ്ബുദ്നി ഫലാ തുശ്രികൂ ബി ശൈആ, നിങ്ങൾ എന്നെ മാത്രം പരിഗണിക്കുക. എൻ്റെ ഒന്നിച്ച് ഇന്ന ഷെയ്ഖുണ്ട്, ഇന്ന വലിയുണ്ട്, ഇന്ന ജിന്നുണ്ട്, ഇന്ന മലക്കുണ്ട്, ഇന്ന റസൂലുണ്ട്, ഇന്ന നബിയുണ്ട്, ഇന്ന സംഘടനയുണ്ട്, ഇന്ന പ്രസ്ഥാനമുണ്ട്, അതൊന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങൾക്ക് നൽകിയ ഭരണഘടന അനുസരിച്ച് നിങ്ങൾ മെമ്പർമാരെ തിരഞ്ഞെടുക്കുമ്പോൾ, കക്ഷികളെ തിരഞ്ഞെടുക്കുമ്പോൾ തീരുമാനം ആദ്യം നിങ്ങളെ ഭാഗത്തുനിന്നുണ്ടാവണം. ആ തീരുമാനം ഏതടിസ്ഥാനത്തിലാണ് അള്ളാഹു തആല പരിശോധിക്കും. ആ തീരുമാനം എടുക്കുന്ന സന്ദർഭത്തിൽ നിങ്ങളുടെ മനസ്സിലുണ്ടാവേണ്ടത് അള്ളാഹു വഅദ ചെയ്ത 3 വഅദകളും ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന നമുക്കുണ്ടായി തീരണം. മൂന്നാമതായിട്ട് നമ്മൾ പരിഗണിക്കേണ്ടത് എന്താണ്? അള്ളാഹു തആല നമ്മുടെ ഭയം മാറ്റി നിർഭയത്വത്തിന് വഴിയൊരുക്കി തരണം. അതിന് അള്ളാഹു തആല ശർത്ത് വെച്ചിരിക്കുന്നത് യഅ്ബുദൂനനി ലാ യുശ്രികൂന ബി ശൈആ. നിങ്ങളുടെ ജീവിതത്തിൽ ഞാനേ ഉള്ളൂ എന്ന തീരുമാനം നിങ്ങൾ പുതുക്കണം. എൻ്റെ ഒന്നിച്ച് വലാ യുശ്രികൂ ബി ശൈആ, ഒന്നിനെയും എൻ്റെ ഒന്നിച്ച് പങ്കാളിയാക്കി എനിക്ക് തന്ന ഷഹാദത്തിനെ നിങ്ങൾ ബാത്തിലാക്കി കളയരുത്. റിസാലത്തിന് നൽകിയ ഷഹാദത്തിന് നിങ്ങൾ ബാത്തിലാക്കി കളയരുത്. അങ്ങനെ ഒരു തീരുമാനം എടുത്ത് കേരളത്തിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് കേരളത്തിലെ മുസ്ലിമീങ്ങൾ, കാരണം ഈ ആനുകൂല്യം ഇവിടുത്തെ ജനങ്ങൾക്ക് മുഴുവനും ബാധകമാണ്, ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് ബാധകമാണ്, ഇവിടുത്തെ ക്രിസ്ത്യാനികൾക്ക് ബാധകമാണ്. വസ്തുക്കളെ അനുകൂലമാക്കി കിട്ടുകയും അതനുസരിച്ച് സ്വസ്ഥമായി അവനവൻ്റെ വിശ്വാസമനുസരിച്ച് ജീവിക്കാനുള്ള സൗകര്യം ഉണ്ടാവുകയും ചെയ്യുക എന്നത് ഇവിടുത്തെ സകല ജാതി മതവിഭാഗങ്ങൾക്കും അനിവാര്യമായ ആവശ്യമാണ്. ഇതിനൊക്കെ കാരണക്കാരാവേണ്ടത് മുഅ്മിനീങ്ങളായ നമ്മളാണ്. ഭൗതികമായ അസ്ബാബി വഴിയിൽ, കൗനിയായ വഴിയിൽ ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് സഹായിയാവേണ്ടത് നമ്മൾ മുഅ്മിനീങ്ങളാണ്. ഇവിടുത്തെ ക്രിസ്ത്യാനികൾക്ക് സഹായിയാവേണ്ടത് നമ്മൾ മുഅ്മിനീങ്ങളാണ്. ഇവിടുത്തെ ആര്യന്മാർക്കും ദ്രാവിഡന്മാർക്കും സഹായിയാവേണ്ടത് കൗനിയായ വിഷയത്തിൽ ഇവിടുത്തെ മുഅ്മിനീങ്ങളാണ്. കാരണം കൗനിയായ വിഷയത്തിൽ അസ്ബാബിനെ അനുകൂലവും പ്രതികൂലവുമാക്കാനുള്ള നടപടിക്രമങ്ങൾ ആദർശരംഗത്ത് മുഅ്മിനീങ്ങൾക്ക് മാത്രമേ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ്. അതിനാൽ ഇൻഷാ അല്ലാഹ് നാളെ പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുമ്പോൾ, നാളെ പോളിംഗ് ബൂത്തിൽ ചെന്ന് നാം മെമ്പർമാരെ തിരഞ്ഞെടുക്കുമ്പോൾ, നാം ആ ബോക്സിൽ ബട്ടൺ അമർത്തുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളാണ് നമ്മുടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഒന്ന്, ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടന അനുസരിച്ച്, ആ ഭരണഘടന അനുസരിച്ച് ഇവിടെ ഞാൻ ജീവിക്കും എന്ന് തീരുമാനം കൊടുത്തിരിക്കുന്ന, ഉറപ്പ് കരാറ് ചെയ്തിരിക്കുന്ന ഈ രാജ്യത്തിൻ്റെ ഭരണഘടന അനുസരിച്ച് നാളെ രാജ്യം ഭരിക്കാൻ, 5 കൊല്ലത്തേക്ക് നാട് ഭരിക്കാൻ ആവശ്യമായ മെമ്പർമാരെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. ആ തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും എൻ്റെ ശറഈയായ അവകാശവും കൂടിയാണ്. കൗനിയായ സാങ്കേതിക പൗരൻ, ഒരു പൗരൻ എന്നുള്ള അവകാശം മാത്രമല്ല, ഒരു മുസ്ലിമായ ഇന്ത്യയിലെ പൗരൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ അവകാശമാണ്. രണ്ടാമതായിട്ട് അല്ലാഹു തആല 3 വഅദകൾ ചെയ്തിട്ടുണ്ട് ഭരണകൂടവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികളും മറ്റുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട്. ആ മൂന്ന് വഅദ, ഒന്നല്ല ഇസ്തിഖ്ലാഫു ഫിൽ അർള്, ഭൂമിയിൽ നിങ്ങൾക്ക് ആധിപത്യം ഞാൻ ഉണ്ടാക്കിത്തരാം. രണ്ടാമത്തത് തംകീനു ഫിദ്ദീൻ, ഏത് ഭരണഘടന, ഏത് നിയമങ്ങൾ, എന്ത് നിയമങ്ങൾ പാസ്സാക്കിയാലും നിങ്ങൾക്ക് നിങ്ങൾ അതിനനുസരിച്ച് ജീവിക്കാനുള്ള സൗകര്യം ഞാൻ ഉണ്ടാക്കിത്തരാം. മൂന്നാമത്തത് തബ്ദീലുൽ ഖൗഫി ബിൽ അംന്, നിങ്ങളെ ഭയം മാറ്റി നിർഭയത്വമുള്ളൊരവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാക്കിത്തരാം. ഈ 3 വഅദകളാണ് എനിക്ക് കിട്ടേണ്ടത്. ആ 3 വഅദകൾ എനിക്ക് പൂർണ്ണമായി കിട്ടാൻ യോഗ്യരായ സ്ഥാനാർത്ഥിയെയാണ് ഞാൻ തിരഞ്ഞെടുക്കുന്നത്. മൂന്നാമതായിട്ട് നാം തീരുമാനിക്കേണ്ടത്, ഞാൻ ഭയപ്പെട്ടിരിക്കുകയാണ്, ഏത് ഭാഗത്ത് നോക്കിയാലും മിൻ മശാരിഖിൽ അർദി ഇലാ മഗാരിബിഹ, കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ, മിൻ ജനൂബിൽ അർദി ഇലാ ശമാലിഹ, തെക്ക് മുതൽ വടക്ക് വരെ കംപ്ലീറ്റ് പരീക്ഷണങ്ങളാണ്, കംപ്ലീറ്റ് ബുദ്ധിമുട്ടുകളാണ്, പേടിയാണ്. ആ പേടി മാറ്റി നിർഭയത്വമുള്ളൊരവസ്ഥ ലോകാടിസ്ഥാനത്തിൽ ഉണ്ടാക്കിത്തരാം അള്ളാഹുവിൻ്റെ വഅദ. വഅദക്ക് അല്ലാഹു തആല വെച്ചിരിക്കുന്ന വ്യവസ്ഥ യഅ്ബുദൂനനി, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദത്തനുസരിച്ച് ജീവിക്കണം, ഞാനല്ലാതെ വേറെ ആരും നിങ്ങളെ മനസ്സിലുണ്ടാകാൻ പാടില്ല. വലാ യുശ്രികൂ ബി ശൈആ, നിങ്ങൾ അങ്ങനെ തീരുമാനിച്ചാൽ മാത്രം പോരാ. മറുപക്ഷത്ത് നാം അല്ലാഹുവിനല്ലാതെ വേറെ ആരെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അത് തള്ളുക തന്നെ ചെയ്യണം. എന്നിട്ട് ലാ ഇലാഹ പൂർത്തിയാക്കണം, എന്നിട്ട് യഅ്ബുദൂനനി ഇല്ലല്ലാഹ് പൂർത്തിയാക്കണം. അതായിരിക്കണം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നമ്മുടെ ഉത്തരവാദിത്തം. അല്ലാഹു തആല എനിക്കും നിങ്ങൾക്കും ആ ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിച്ച് വരും നാളുകൾ, വരും 5 വർഷം പ്യൂർ മുഅ്മിനീങ്ങളുടെ ബറക്കത്ത് വെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ത്യ രാജ്യത്തിൻ്റെ ഗതിവിഗതികളെ അനുകൂലമായി, ഇന്ത്യയിലെ 140 കോടി ജനങ്ങൾക്ക് അനുകൂലമായി അവരുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കുന്ന വിഷയത്തിൽ, ഏതാണ്ട് 30 ലക്ഷത്തോളം വരുന്ന മുസ്ലിമീങ്ങൾക്ക് അനുകൂലമായി അവരുടെ ആദർശം പൂർത്തിയാക്കുന്ന വിഷയത്തിൽ ഭരണകൂടത്തെ തിരഞ്ഞെടുക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു തആല നൽകട്ടെ. അതൊരു അവസരം അല്ലാഹു ഉണ്ടാക്കട്ടെ. അടുത്ത 5 കൊല്ലം പൂർണ്ണമായും നമുക്ക് ഈ ദൗത്യ നിർവഹണത്തിന് അനുകൂലമായൊരു സാഹചര്യം അല്ലാഹു അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ഉണ്ടാക്കി തരികയും ചെയ്യട്ടെ. അഖൂലു ഖൗലി
ഖൗലി ഹാദാ വല്ലാഹു അഅലം വഅസ്തഗ്ഫിറുല്ലാഹൽ അസീം സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക്